Module number 1.10.01. Topic name: Entrepreneurship Development. ഹലോ സുഹൃത്തുക്കളെ, പുതിയ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ മോഡ്യൂളിൽ നാം എല്ലാവരും താഴെ പറയുന്നവയെക്കുറിച്ച് പഠിക്കും. എൻ്റർപ്രണർ എന്നത് എന്താണ്? എൻ്റർപ്രണർഷിപ്പ്, ഒരു വിജയകരമായ എൻ്റർപ്രണർ ആകാൻ എങ്ങനെ കഴിയും? ഒരു ചെറിയ ബിസിനസ് സ്ഥാപിക്കുക. ഒരു ഫ്ലോ സീക്വൻസ് ഡയഗ്രാമിന് കേസ് സ്റ്റഡി അല്ലെങ്കിൽ വിജയകഥയുടെ ഉദാഹരണം. എൻ്റർപ്രണർഷിപ്പിൽ ഗുണനിലവാര ഘടകം. വ്യാഖ്യാനം: ഒരു എൻ്റർപ്രണർ എന്നത് ഭാവിയിലെ അവസ്ഥകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തിൻ്റെ മുഖത്ത് ഒരു ബിസിനസ് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ റിസ്ക് ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. കൂടാതെ അവൻ്റെ ലാഭം അല്ലെങ്കിൽ നഷ്ടം അനുസരിച്ച് പ്രതിഫലിക്കുന്നു. എൻ്റർപ്രണർ എന്ന പദം ഫ്രഞ്ച് പദമായ എൻ്റർപ്രൻഡ്ര ഈ വാക്കിൽ നിന്ന് വന്നതാണ്. ഇത് നൂതന ബിസിനസ് സംരംഭങ്ങളിലൂടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അവസരങ്ങൾ പിന്തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഡേവിഡ് മെക് ക്ലീലാൻഡ് 1961 എൻ്റർപ്രണർഷിപ്പിൻ്റെ സിദ്ധാന്തം കണ്ടുപിടിച്ചു. എൻ്റർപ്രണർഷിപ്പ് എന്നത് ഒരു വ്യക്തി പുതിയ സംരംഭം അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപിക്കുന്നതിനുള്ള റിസ്ക് ഏറ്റെടുക്കുന്നതാണ്. മനുഷ്യരുടെ സുഖസൗകര്യത്തിനും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്കും ഉപകാരപ്രദമായതിനും ഉപയോക്താവിനെ സൃഷ്ടിക്കുവാൻ അവൻ അല്ലെങ്കിൽ അവൾ വെല്ലുവിളികൾ നേരിടുന്നു. എൻ്റർപ്രണർഷിപ്പ് ഒരു പുതിയ ബിസിനസ് രൂപകൽപ്പന ആരംഭിക്കൽ, പ്രവർത്തനം എന്നിവയുടെ പ്രക്രിയയാണ്. ഇതൊരു സംരംഭം വികസിപ്പിക്കുകയും നടത്തുകയും അതിൻ്റെ റിസ്കുകൾ ഏറ്റെടുക്കുകയും ചെയ്യുവാനുള്ള ശേഷിയും മനസ്സിലാക്കുകയും ചെയ്യുക ആണ്. ആർത്ഥിക പദങ്ങളിൽ എൻ്റർപ്രണർഷിപ്പ് ഒരു പുതിയ സംരംഭമായി വിവക്ഷിക്കപ്പെടാം. അത് ഭൂമി, തൊഴിൽ, പ്രകൃതിദത്ത വിഭവങ്ങൾ, മൂലധനം എന്നിവയുമായി സംയോജിതമായിട്ടുള്ളതാണ്. കൂടാതെ അത് ലാഭമുണ്ടാക്കാൻ കഴിയുകയും ചെയ്യും. എൻ്റർപ്രണോറിയൽ സ്പിരിറ്റ് നൂതനത്വം, റിസ്ക് ഏറ്റെടുക്കൽ എന്നിവയാൽ വിശേഷിക്കപ്പെടുന്നു. കൂടാതെ ഒരു രാജ്യത്തിൻ്റെ എക്കാലവും മാറ്റങ്ങളുള്ള വളരുന്ന മത്സരാത്മകമായ ആഗോള വിപണിയിൽ വിജയിക്കുന്നതിനുള്ള കഴിവിൻ്റെ നിർണായക ഭാഗമാണ്. സുഹൃത്തുക്കളെ, ഒരു വിജയകരമായ എൻ്റർപ്രണർ ആകാനുള്ള ആവശ്യകതകൾ എന്താണെന്ന് നാം ഇപ്പോൾ കാണുന്നു. റിസ്ക് ടേക്കിംഗ് ക്യാപ്പബിലിറ്റി. ഒരു എൻ്റർപ്രണറിൻ്റെ ടൈം, പണം, മറ്റു ഘടകങ്ങളുമായി ബന്ധപ്പെട്ട റിസ്കുകൾ എടുക്കുവാനുള്ള ശേഷി ഇവ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഒരു എൻ്റർപ്രണർ സൃഷ്ടിപരവും നൂതനത്വവും ഉള്ള കഴിവുകൾ ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. എൻ്റർപ്രണറിന് ലക്ഷ്യങ്ങൾ നേടുവാനുള്ള ശക്തമായ ആഗ്രഹം ഉണ്ടായിരിക്കണം. കൂടാതെ വിജയങ്ങളാൽ പ്രേരിതനായിരിക്കണം. നീഡ് ഫോർ ഓട്ടോണമി. ഒരു എൻ്റർപ്രണർ ആർക്കും കീഴിൽ പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയല്ല. അതിനാൽ അവൻ സ്വതന്ത്രമായിരിക്കുവാൻ എൻ്റർപ്രണറാകാൻ തിരഞ്ഞെടുക്കപ്പെടുന്നു. സെൽഫ് കോൺഫിഡൻസ്. ഒരു എൻ്റർപ്രണറിന് സുപ്രധാനമായി ആത്മവിശ്വാസം ആവശ്യമാണ്. ലീഡർഷിപ്പ് ക്യാപ്പബിലിറ്റി. ഒരു എൻ്റർപ്രണറിന് മേൽനോട്ടത്തിലുള്ള പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തനം നയിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റി. എൻ്റർപ്രണറിന് വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. അഡാപ്റ്റബിലിറ്റി. സംരംഭത്തിൽ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം പിന്തുടരുവാനുള്ള കഴിവ് എൻ്റർപ്രണറിന് ഉണ്ടായിരിക്കണം.
ഫോർസൈറ്റഡ്നെസ്, സംരംഭത്തിൻ്റെ ഭാവിയെ കണക്കാക്കാനും പ്രവചിക്കാനും എൻ്റർപ്രണറിന് നല്ല ദൂരദർശനം ഉണ്ടായിരിക്കണം. സുഹൃത്തുക്കളെ, വിജയകരമായ ഒരു എൻ്റർപ്രണർ ആകുവാനുള്ള എല്ലാ ഗുണങ്ങളോടുമൊപ്പം അവൻ അല്ലെങ്കിൽ അവൾക്ക് സ്വാഭാവികമായ ആഗ്രഹം, വിദ്യാഭ്യാസം, ആവർത്തിക്കുന്ന പരിശീലനങ്ങൾ, ദീർഘകാല പങ്കാളിത്തം, ഭാവി ദിശയിലേക്കുള്ളതായ ശ്രദ്ധ, തൻ്റെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കഴിവ് എന്നിവയും ഉണ്ടായിരിക്കണം.